എല്ലാവർക്കും C# മലയാളം ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ഈ വീഡിയോ സീരീസിൽ പഠിക്കുന്നത് C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ചാണ്. സോ ഈ ഒരു സീരീസിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ആൻഡ് ഇൻസ്റ്റാളേഷൻ. നമുക്ക് C# എങ്ങനെ നമ്മുടെ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം, അതുപോലെ C# കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി C# എന്ന് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്, C# എന്നാണ് എഴുതുന്നത്. സോ അത് പ്രൊനൗൺസ് ചെയ്യുന്നത് C# എന്നാണ്. ഇതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. നമ്മൾ സാധാരണ C++ പോലെ അതുപോലെ ജാവ പോലെയുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് C# എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് മൈക്രോസോഫ്റ്റ് ആണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് C#11 ആണ്. ഇതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് C++നും അതുപോലെ ജാവ തുടങ്ങിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുടെ പോലെ തന്നെയാണ് ഇതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഇത് എഴുതുന്ന രീതി എന്ന് പറയുന്നത് ഏകദേശം ആ ഒരു തരത്തിലാണ്. സോ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്കിത് ഉപയോഗിക്കാം, അതുപോലെ മൊബൈൽ ആപ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാം, അതുപോലെ വെബ് ആപ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാം, അതുപോലെ ഗെയിംസ് തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾക്ക് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കാൻ സാധിക്കും. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് C# എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ ആണ്. ഇത് നമുക്ക് നമ്മുടെ പഠിക്കുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. നമുക്ക് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും വേണ്ടത്. നമുക്ക് ആദ്യം വേണ്ടത് ഒരു IDE ആണ്, ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. നമ്മുടെ കോഡ് എഴുതുന്നതിനും ഡീബഗ് ചെയ്യുന്നതിനുമൊക്കെയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണത്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറും ഇതിനു വേണ്ടി ഉപയോഗിക്കാം. സോ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ്. പിന്നെ നമുക്ക് രണ്ടാമതായി വേണ്ടത് SDK ആണ്, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റ്. .NET എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റ് നമുക്ക് ആവശ്യമാണ്. സോ ഇത് ഉപയോഗിച്ചാണ് ഇതിൻ്റെ കൂടെ C# അതുപോലെ കുറച്ച് മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളൊക്കെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ടായിരിക്കും. സോ നമുക്ക് .NETും ഈ ഒരു വിഷ്വൽ സ്റ്റുഡിയോ കോഡും നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. വളരെ ഈസി ആയി ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഒന്ന് സെർച്ച് ചെയ്യുക. സോ ആദ്യം കാണുന്ന ലിങ്കിൽ നമുക്കിവിടെ ലിങ്ക് കാണാൻ സാധിക്കും. ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുക്കുന്നതാണ്, അവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും. സോ ഇതിലിവിടെ ഡൗൺലോഡ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫയൽ ഡൗൺലോഡ് ചെയ്ത് സാധാരണ ഒരു പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിവിടെ വന്നതിന് ശേഷം .NET എന്ന് സെർച്ച് ചെയ്യുക. .NET. സോ നമ്മൾ ആദ്യം കാണുന്ന ഈ ഒരു .NET.microsoft.com ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. സോ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ SDK. സോ ഇതും കൂടി ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നമുക്ക് C# ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് .NETനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ സാധിക്കും. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാക്കാവുന്നതാണ്. സോ നമ്മളിവിടെ വന്നതിന് ശേഷം ഇവിടെ നമ്മൾ വാട്ട് ഈസ് .NET എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് .NET എന്താണെന്ന് പെട്ടെന്ന് നോക്കാം. .NET എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് ഡെവലപ്പർ പ്ലാറ്റ്ഫോമാണ്. ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് മൈക്രോസോഫ്റ്റ് ആണ്. നമുക്ക് ഇത് ഉപയോഗിച്ച് വിവിധ തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അത് വെബ് ആപ്ലിക്കേഷൻ ആണെങ്കിലും മൊബൈൽ ആപ്ലിക്കേഷൻ ആണെങ്കിലും ഡെസ്ക്ടോപ്പ്, ഗെയിംസ്, IoT അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ ഇതുപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ലാംഗ്വേജുകളാണ് C#, അതുപോലെ F#, വിഷ്വൽ ബേസിക് തുടങ്ങിയവ. സോ ഇതിൽ നമ്മൾ പഠിക്കുന്നത് C# ആണ്. സോ നമ്മൾ C# ഉപയോഗിക്കുന്നതിന് നമുക്ക് സിമ്പിളി ഈ .NET പ്രോഗ്രാം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. സോ ഇത് നമ്മൾ ചെയ്തത്, നമ്മളുടെ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ടാബ് കാണാൻ സാധിക്കും. ഇതിൽ വരിക. ഇതിൽ വന്നതിന് ശേഷം നമുക്കിവിടെ രണ്ട് വേർഷൻ കാണാൻ സാധിക്കും. ഒന്ന് LTS ആണ്, ലോങ് ടൈം സപ്പോർട്ട് എന്ന്, മറ്റൊന്ന് പുതിയ വേർഷനാണ്. സോ ലോങ് ടൈം സപ്പോർട്ട് നമുക്ക് .NET 6.0 ആണ്, അതുപോലെ പുതിയ വേർഷൻ എന്ന് പറയുന്നത് .NET 7.0 ആണ്. സോ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. സോ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് 6.0 എന്ന് പറയുന്ന ഈ ലോങ് ടൈം സപ്പോർട്ട് വേർഷനാണ്. സോ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് അത് നമ്മൾ സാധാരണ ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാളേഷൻ പാർട്ട് കംപ്ലീറ്റ് ആയി. സോ നമ്മുടെ ഇൻസ്റ്റാളേഷൻ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യുന്നതിന്, ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ടെർമിനൽ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മളിവിടെ .NET എന്ന് സെർച്ച് ചെയ്യുക. .NET. സോ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ കഴിയുന്നതെങ്കിൽ നമ്മൾ ഓൾറെഡി .NET നമ്മുടെ സിസ്റ്റത്തിൽ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇത് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും മെസ്സേജാണ് നമുക്ക് കാണുന്നതെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നാണ്, നമ്മുടെ ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുൾ അല്ല എന്നാണ് അർത്ഥം. സോ നെക്സ്റ്റ് നമുക്ക് .NET -info എന്ന് പറയുന്ന കമാൻഡ് റൺ ചെയ്യാം. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ലഭിക്കും. സോ ഇതിൻ്റെ വേർഷനും, നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത വേർഷനും, അതുപോലെ അതിൻ്റെ SDK നമുക്കിവിടെ കാണാൻ സാധിക്കും 6.0403. സോ അതുപോലെ .NETൻ്റെ റൺ ടൈംസും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ കാണുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ .NET സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇൻസ്റ്റാളേഷൻ പാർട്ട് കംപ്ലീറ്റ് ആയി. അടുത്ത ചാപ്റ്ററിൽ
നമുക്ക് എങ്ങനെ നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം.